CPX സ്റ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് അർത്തന ബിനു. ഗേൾ ടു നെക്സ്റ്റ് ഡോർ എന്ന് ഒക്കെ പറയാവുന്ന, അല്ലെങ്കിൽ അത്രയും ക്യൂട്ടായിട്ടുള്ള, അത്രയും ഗോർജിയസ് ആയിട്ടുള്ള ഒരു ആക്ട്രസ്സാണ്. അതുപോലെ തന്നെ എൻ്റെ കൂട്ടത്തിൽ ചേർക്കണം അത്രമാത്രം കഴിവുള്ള ഒരു ആക്ട്രസ് കൂടിയാണ്. വെൽക്കം ടു ദി ഷോ. അല്ല, എനിക്ക് തോന്നുന്നു അതിൻ്റെ കൂടെ ചേർക്കേണ്ട ഒരു കാര്യമാണ് ആ കഴിവിൻ്റെ കാര്യം. മീൻസ് നിങ്ങൾ ചെയ്യുന്ന ഓരോ ക്യാരക്ടേഴ്സും ഇപ്പോഴും നിങ്ങൾ വെളിയിൽ പോകുമ്പോൾ നിങ്ങളെ തങ്കച്ചിന്ന് അങ്ങനെയൊക്കെ വിളിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ മനസ്സിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ആണ്, അല്ലെങ്കിൽ അത്രത്തോളം അവരുടെ മനസ്സിൽ ആ എഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. സോ വെരി ഗുഡ് ആക്ടർ കൂടിയാണ്. താങ്ക് യു കേട്ടോ, വളരെ സന്തോഷം. അതിപ്പോ മറ്റേ ഗോർജസ് ക്യൂട്ട് എന്നൊക്കെ പറഞ്ഞതിനെക്കാട്ടിലും അതിന് സന്തോഷമായി കേട്ടോ, അതിനും താങ്ക് യു. ബട്ട് അതിനെക്കാട്ടിലും കൂടുതൽ നല്ലൊരു ആക്ട്രസ് ആണെന്ന് കൂടെ ഇങ്ങനെ പറഞ്ഞപ്പോ ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ എനിക്ക് അറിയേണ്ട ഒരു കാര്യം, അർത്തന എന്നാണ് എനിക്കറിയാം ആങ്കറിംഗ് ഒക്കെ ചെയ്യുന്ന സിനിമയോട് അത്രമാത്രം പാഷനേറ്റ് ആയിട്ടുള്ള ഫസ്റ്റ് ചോയ്സ് സിനിമയായിട്ടുള്ള ഒരു കുട്ടിയാണ്. അപ്പം എന്നായിരുന്നു ശരിക്കും ഈ സിനിമയാണ് എൻ്റെ മാർഗം, അല്ലെങ്കിൽ അവിടെ അഭിനയിക്കുകയാണ് എൻ്റെ ലക്ഷ്യം എന്നുള്ള സാധനം തിരഞ്ഞെടുക്കുന്നത്? എനിക്ക് ഓർമ്മ വെച്ച സമയം തൊട്ടേ എനിക്ക് അഭിനയത്തോട് ഭയങ്കര ഇഷ്ടമാണ്. എന്നുവെച്ചാൽ ഞാനും അമ്മയും മാത്രമായിരുന്നു എൻ്റെ വളരെ കുഞ്ഞിലെ, ഞാൻ പറയുന്ന ഒരു 4-5 വയസ്സ് ആ സമയം. അപ്പോൾ ആ ഒരു 4-5 വയസ്സിലൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ ഇത് മാർഗമായിട്ട് എടുക്കണം, അങ്ങനെ ഒരു കോൺഷ്യസ് ആയിട്ടുള്ള ഒരു തീരുമാനം എടുക്കാനുള്ള പ്രായമായിട്ടില്ല. അതുകൊണ്ട് അന്നേ ഞാൻ തീരുമാനിച്ചു എന്ന് പറയുന്നത് ഉചിതമായിരിക്കും എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അന്ന് തൊട്ടേ എന്റെ മെയിൻ ഹോബി എന്ന് പറയുന്നത് വെളിയിൽ പോകുന്നത് അതൊന്നും അല്ല. ഞാൻ കണ്ണാടിയുടെ ഫ്രണ്ടിലൊക്കെ നിന്ന് ഞാനാണെങ്കിൽ ഇങ്ങനെ ഒരുങ്ങി ഭയങ്കര അഭിനയമാണ്. എന്റെ വെച്ചിട്ട് അങ്ങ് 10 ക്യാമറ ഒക്കെ ഇരുന്നിട്ട് ഞാൻ അങ്ങ് അഭിനയിക്കുന്ന പോലെ ഞാൻ ഭയങ്കര അഭിനയവും സംഗതികളും ഒക്കെ ആയിരുന്നു. എപ്പോഴും അമ്മ അഭിനയിക്കാൻ കൂടെ വിളിക്കുന്നു, എന്റെ കൂടെ അഭിനയിക്കാൻ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇതായിരുന്നു. അപ്പൊ എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷെ അന്ന് തൊട്ടേ ആരെങ്കിലും എന്താവണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്നത് എനിക്കൊരു ആക്ട്രസ് ആവണം, എനിക്ക് സിനിമയിൽ അഭിനയിക്കണം, അങ്ങനെയായിരുന്നു. എനിക്കിങ്ങനെ കുഞ്ഞിലെ 4 വയസ്സൊക്കെ അറിയാമല്ലോ. അപ്പോഴൊക്കെ ഞാൻ ഇവരൊക്കെ എങ്ങനെയായിരിക്കും ഇത് അഭിനയിക്കുന്നത്, ഇവരൊക്കെ ടിവിക്കകത്ത് നിൽക്കുവാണോ, അവർക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റും, അതായത് ലോജിക് എന്ന് പറയുന്ന ഒരു പ്രായം, മനസ്സിലാക്കാവുന്ന ഒരു പ്രായമല്ലോ. അപ്പം അതൊക്കെ ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു. പിന്നെ അതൊരു ഇഷ്ടമായി, അങ്ങനെയായിരുന്നു സിനിമയിലോട്. പിന്നെ അനീതി ജനിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അവളെ കൂട്ടുപിടിക്കാൻ തുടങ്ങി അഭിനയിക്കാൻ. പക്ഷെ ഇപ്പം ഞാൻ സിനിമയിൽ അഭിനയിക്കാത്ത സമയമാണെങ്കിലും ചുമ്മാ ഒരു കണ്ണാടി കിട്ടി ഞാൻ ഇപ്പോഴും പോയിരുന്നു ഭയങ്കര അഭിനയം, പിന്നെ സ്പീച്ച് പ്രാക്ടീസ് ചെയ്യല്, പിന്നെ ഡാൻസ് കളിക്കല്, അതൊക്കെ ഇപ്പോഴും ഉള്ള ഒരു ഇതാണ്. അപ്പൊ എനിക്ക് എന്നും സിനിമ എന്ന് പറയുന്നതിനോട് എനിക്ക് എന്തോ ഭയങ്കര താല്പര്യമാണ് എനിക്ക്. പിന്നെ അഭിനയിക്കുക, സ്ക്രീനിന്റെ ഫ്രണ്ടിൽ നിൽക്കുക എന്ന് പറയുന്നത്, ക്യാമറയുടെ ഫ്രണ്ടിൽ നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. ആ സമയങ്ങളിൽ, ഞാൻ അഭിനയിക്കുന്ന സമയങ്ങളിൽ എനിക്കത് വളരെ സന്തോഷം തരാറുണ്ട്. ഈ അതിനിടയ്ക്ക് പറഞ്ഞാണ് സ്പീച്ച് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. എന്ത് തരം സ്പീച്ചാണ്? അത് നമുക്ക് അവാർഡൊക്കെ വാങ്ങാം. നമ്മളെല്ലാവരും ഇങ്ങനെ സ്പീച്ച് കൊടുക്കണം, നമ്മള് കാണുമല്ലോ. അപ്പൊ ഞാൻ കുഞ്ഞിലേ തൊട്ടേ ഞാനിങ്ങനെ ചുമ്മാ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കൈ പിടിച്ചിട്ട് എനിക്കിങ്ങനെ അവാർഡ്, ബെസ്റ്റ് ആക്ട്രസിനുള്ള അവാർഡ് കിട്ടി എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ അഭിനയിക്കുകയൊക്കെ ചെയ്യും. അത് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ. അപ്പൊ ഞാൻ ഇപ്പോഴും അത് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. എന്തെങ്കിലും എനിക്കത് ഉപയോഗപ്പെടുമല്ലോ, വാങ്ങണമല്ലോ, അതിനാണല്ലോ അതിന്റെ ഒരു അത് ഡെഫിനറ്റ്ലി. പിന്നെ ആക്ടേഴ്സ് ആവാന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ മാനിഫെസ്റ്റ് ചെയ്തൊരു കാര്യമാണ്. എനിക്ക് ഞാൻ ബാക്കി ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് വെച്ചാൽ എനിക്കതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഉത്തരം പറയാൻ പറ്റില്ല. പക്ഷെ അഭിനയം എന്ന് പറയുന്നത് ഞാൻ മാനിഫെസ്റ്റ് ചെയ്ത ഒരു കാര്യമാണ് കേട്ടോ. ഓർമ്മ വെച്ചപ്പോ തൊട്ട് അതിപ്പം ആരെന്നെ വല്ലവരൊക്കെ ഇപ്പൊ കളിയാക്കുമല്ലോ, നമ്മളെ കുഞ്ഞായിരിക്കും ആക്ട്രസ് ആണെന്നൊക്കെ പറഞ്ഞു, നീയോ പിന്നെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അന്നേരം എനിക്ക് എൻ്റെ മനസ്സിൽ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അന്ന്. ഞാനാവും എനിക്ക് അത് തന്നെ ആവണം. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ആ കാര്യത്തിലോട്ട് എനിക്ക് എത്തിപ്പെടാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എനിക്ക് ജീവിതത്തിൽ വേറെ എന്ത് കാര്യം നന്നായിട്ട് ചെയ്യാൻ പറ്റും. എനിക്കൊന്ന് അർത്തനയുടെ ആദ്യത്തെ സിനിമ ഇറങ്ങിയിട്ട് 8 വർഷം ആവുകയാണ്. കുറച്ച് ഏറെ നല്ല സിനിമകളുടെ ഭാഗമായി കാണാൻ പറ്റിയിട്ടുണ്ട്. അർത്തന എന്ന ആർട്ടിസ്റ്റ്, അർത്തനെ ഒരു ഇവോൾവ്മെന്റ് ഉണ്ടായി വരുന്നുണ്ടല്ലോ. അപ്പം അതിൽ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫൈഡ് ആയി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടെങ്കിൽ എന്തായിരിക്കും? അത് അഭിനയത്തിലാണോ, സെലക്ഷനിലാണോ, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച് ഇന്ന സ്ഥലത്ത് എത്താൻ പറ്റിയതിലാണോ, എന്തിലായിരിക്കും അതൊരു? എൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഭയങ്കര വലുതാണ്. അത് ഭയങ്കര ലാർജ് സ്കെയിലില് ബിഗ് ബഡ്ജറ്റ് സ്വപ്നങ്ങൾ കാണുന്നത് ഒരാളാണ്. അപ്പോഴും ഭയങ്കര സ്വപ്ന ലോകത്താണ് ഞാൻ. അപ്പോ ആഗ്രഹിച്ചെടുത്ത് എത്തിപ്പെട്ടിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. ഇതിനെക്കാട്ടിലും ഒരുപാട് വലുതാണ് എൻ്റെ ആഗ്രഹങ്ങൾ. ഇപ്പോ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ കടന്നു വന്ന വഴികൾ നോക്കുമ്പോൾ, അതായത് ഇപ്പൊ ആങ്കറിങ്, മോഡലിംഗ് അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ കരിയറിൽ ഞാൻ ഇങ്ങനെ അനലൈസ് ചെയ്യുമ്പോഴത്തേക്കും
ഒരുപാട് വളർച്ചകൾ എനിക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതായത് ഞാൻ എന്നെ തന്നെ നോക്കി കാണുമ്പോഴത്തേക്കും. പക്ഷെ ഒരു അഭിനേത്രി എന്നുള്ള നിലയിൽ ഇപ്പോഴും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ഞാൻ ആ ഒരു സ്റ്റെപ്പ് 1 ഇപ്പോഴും നിൽക്കുന്നേ ഉള്ളൂ. അതായത് ഞാൻ സിനിമകൾ ആദ്യം എനിക്ക് ഇൻഡസ്ട്രിയിലോട്ട് കയറണം അങ്ങനെയായിരുന്നു ആഗ്രഹം. അതിലൂടെ ഞാൻ കയറി അപ്പോൾ കുറച്ച് പടങ്ങൾ ചെയ്യുന്നു. പക്ഷെ ഇതൊക്കെ എനിക്ക് ഇപ്പോഴും ഞാൻ ലെവൽ 1 നിൽക്കുന്നേ ഉള്ളൂ. ഇനിയും ഞാൻ ഒരുപാട് മെച്ചപ്പെടാനുണ്ട്, ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ഇനിയും ചെയ്യണം. പക്ഷെ ഓഫ് കോഴ്സ് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ഓഡിയൻസിനോടാണെങ്കിലും എനിക്ക് അവസരങ്ങൾ തന്നവരോടാണെങ്കിലും. എനിക്ക് കുറച്ച് നല്ല അവസരങ്ങൾ ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിന് എടുത്തു പറയേണ്ട അവസരം എന്ന് വെച്ചാൽ എനിക്ക് തമിഴ് സിനിമയിൽ കാർത്തി സാറിന്റെ കൂടെ കിട്ടിയ കടൈക്കുട്ടി സിംഗം എന്ന് പറഞ്ഞ ചിത്രത്തിലെ ക്യാരക്ടറാണ്. അത് എനിക്ക് ഭയങ്കര എന്താണ് എനിക്ക് എപ്പോഴും ഒരു ക്രിയേറ്റീവ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. അതായത് നമ്മുടെ മനസ്സ് നിറയുമല്ലോ, നമ്മുടെ കൂടെ ഉള്ളവരുടെ മനസ്സ് നിറയുമ്പോൾ അവർക്കതൊരു സന്തോഷം വരുമ്പോൾ അവരെ നമ്മളോട് വന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര സന്തോഷം. അങ്ങനത്തെ ഒരു സെറ്റായിരുന്നു അവിടെ. അപ്പോൾ ആ സിനിമ ഞാൻ ചെയ്തപ്പം എനിക്ക് എന്നിലെ ഒരു അഭിനേത്രി ഇച്ചിരിയെങ്കിലും മെച്ചപ്പെട്ടു, ഇച്ചിരിയെങ്കിലും നമ്മളിങ്ങനെ പോളിഷ് ചെയ്ത് നമ്മുടെ സ്കിൽസ് എടുക്കാൻ പറ്റി എന്നൊരു വിശ്വാസം വന്നു. പക്ഷെ അങ്ങനെയല്ല, എല്ലാ സിനിമകളിൽ നിന്നും നമുക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ പറ്റും. നമ്മുടെ കൂടെ അഭിനയിക്കുന്ന എല്ലാവരിൽ നിന്നും നമ്മളൊന്ന് ശ്രദ്ധിച്ച് നമ്മളൊന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളാണ്. എനിക്ക് ആ സിനിമയിൽ കാർത്തി ഒരു ഇന്റർവ്യൂവിൽ പറയുകയുണ്ടായി, ഇങ്ങനെ ഒരു കുട്ടി എന്നെ അതിശയിപ്പിച്ച് കളഞ്ഞത് നല്ല പെർഫോമർ ആണെന്ന രീതിയിൽ ഒരു അപ്രിസിയേഷൻ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി. അതുപോലെ തന്നെ ഈ സിനിമയിൽ എനിക്ക് തോന്നുന്നു ആ ഒരു മെച്യൂരിറ്റി കൊണ്ടുവരേണ്ടതുണ്ട്. നമ്മൾ ആദ്യം കാണുമ്പോൾ അർത്തനെ കാണുമ്പോഴത്തേക്കും നമുക്കൊരു ചെറിയ കുട്ടി സീലാണ്. പക്ഷെ ആ ക്യാരക്ടർ ഇവോൾവ് ചെയ്യുന്നതനുസരിച്ച് അർത്തന അത് കൃത്യമായിട്ട് കൊണ്ടുവരുന്നത് എന്താണ് ആ ക്യാരക്ടർ എന്ന്. അത് ഭയങ്കര രസമായിട്ട് ആസ് എ വ്യൂവർ എനിക്ക് അനുഭവപ്പെട്ട ഒരു കാര്യമാണ്. അറ്റ് ഈ മൊമെന്റ് എങ്ങനെയായിരുന്നു ഇങ്ങനെ ഒരാൾ വന്നിരുന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും, കാരണം കൂടെ അഭിനയിച്ച കോ ആർട്ടിസ്റ്റ് ആണ്, സോ അത് എത്രത്തോളം എക്സൈറ്റ്മെന്റ് ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു? ആക്ച്വലി ഞാൻ ഇന്ന് വരെ പോയ സെറ്റുകളിൽ ഞാൻ ഏറ്റവും ഭയങ്കര ടെൻഷൻ അനുഭവിച്ചു പോയിട്ടുള്ള ഒരു സെറ്റ് കടൈക്കുട്ടി സിംഹമാണ്. അതായത് ആദ്യം പോകുമ്പോൾ ഉണ്ടല്ലോ, അവരുടെ ഷൂട്ട് തുടങ്ങി കഴിഞ്ഞിട്ടായിരുന്നു എൻ്റെ ഓഡിഷൻ ആ ക്യാരക്ടറിലോട്ട് വേണ്ടിയിട്ടുള്ളത്. അപ്പം ഞാൻ അവരുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുമ്പം ഞാൻ ഇപ്പുറത്തെ സൈഡിൽ ക്യാമറ ജസ്റ്റ് കൊണ്ടുകൊണ്ട് റോഡിൽ നിന്നാണ് ക്യാരക്ടറിന് ഓഡിഷൻ കൊടുക്കുന്നത്. അത് ഓഡിഷന് ഡയലോഗ് ഞാൻ ഏറ്റവും അവസാനമുള്ള ഒരു ഇമോഷണൽ സീൻ ഉണ്ടായിരുന്നു, അത് ഫുള്ളുമായിരുന്നു. അത് ഫുള്ളും പിന്നെ ഞാൻ എല്ലാവരുടെയും നക്ഷത്രമൊക്കെ പറയുന്ന ഒരു ഇൻട്രൊഡക്ഷൻ സീൻ ഉണ്ടായിരുന്നു, പേരും നക്ഷത്രമൊക്കെ പറഞ്ഞാൽ അതും ഒരുമിച്ചായിരുന്നു. അപ്പോൾ അത് രണ്ടും പെർഫോം ചെയ്ത് കഴിഞ്ഞ് സെറ്റിലൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ അപ്പോഴും എനിക്ക് ഭയങ്കര ടെൻഷനാണ്. എന്നാലും ആരും എന്നെ ഒന്നും പറഞ്ഞിട്ടോ ചെയ്തിട്ടോ ഒന്നും അല്ല കേട്ടോ. എനിക്ക് അവിടെ എത്തിയപ്പം ഞാൻ വിചാരിക്കണേന്ന് വെച്ചാൽ ആ സെറ്റിൽ ഉള്ളവരുടെ കൂട്ടത്തിൽ അധികം ആൾക്കാരും അറിയാത്ത, അധികം പരിചിതമല്ലാത്ത ഒരേ ഒരു മുഖം ഞാനായിരുന്നു. ബാക്കി എല്ലാവരും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള അവരെ തന്നെ ആക്ടേഴ്സ് ആയിട്ട് പ്രൂവ് ചെയ്തിട്ടുള്ള അഭിനേതാക്കളായിരുന്നു. അപ്പം എൻ്റെ മനസ്സിലെ ചിന്ത എന്തായിരുന്നു, അയ്യോ ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ ഇവരെ ആരെയും റീടേക്ക് എടുത്ത് ബുദ്ധിമുട്ടിപ്പിക്കരുത്, ഞാൻ കാരണം അവർക്കൊരു കഷ്ടം വരരുത്. പിന്നെ അവര് എന്താണോ ആ ക്യാരക്ടറിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, ആണ്ടാൾ പ്രിയദർശിനി എന്നായിരുന്നു ആ ക്യാരക്ടറിന്റെ പേര്, അതെനിക്ക് കൊടുക്കാൻ സാധിക്കണം, അതായിരുന്നു ഞാൻ തീരുമാനിച്ചത്. പക്ഷെ ഷൂട്ട് തുടങ്ങി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, എന്നെ ഇത്രയും വിശ്വസിച്ച വേറെ ഒരു സംവിധായകൻ ഇല്ലാതെ എനിക്ക് തോന്നുന്ന വിധത്തില് എന്താന്ന് വെച്ചാൽ പെർഫോം ചെയ്തു. അതായത് പാണ്ഡ്രാജ് സാർ ആണെങ്കിൽ എൻ്റെ അടുത്ത് അങ്ങനെയായിരുന്നു പറയണേ. ഞാൻ അതിൽ ഗ്ലിസറിൻ ഒന്നും ഉപയോഗിച്ചിട്ടില്ലായിരുന്നു. കാരണം സാർ എനിക്ക് 1 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എന്തെങ്കിലും ഒരു ഇമോഷൻ ഉൾക്കൊണ്ട് അത് ഇമോട്ട് ചെയ്യാനുള്ള ആ ഒരു സ്പേസ്, ആ ഒരു ടൈം എനിക്ക് സാറ് തരുമായിരുന്നു. കാർത്തി സാറ് ആ ഇന്റർവ്യൂവിന്റെ ആ ക്ലിപ്പ് ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിലൊക്കെ എടുത്തിട്ടുണ്ട്. കാരണം അതെനിക്കൊരു അവാർഡ് കിട്ടിയ ഒരു ഫീലായിരുന്നു എനിക്ക് തന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാനത് ഇപ്പോഴും ഞാൻ എപ്പോഴെങ്കിലും ഡൗൺ ആയി പോകുന്ന ഒരു സമയത്ത് ഞാനത് വീണ്ടും 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 ഇരുന്ന് അത് കണ്ടോണ്ടിരിക്കുക ആ ക്ലിപ്പ്. അപ്പൊ അതിന് ഒരുപക്ഷെ ഞാൻ അത്രയും കിടിലമൊന്നും ആവണമില്ല. അദ്ദേഹം ഒരു സീനിയർ എന്നുള്ള നിലയ്ക്ക് എഫേർട്ട് ഇടുന്ന ഒരു ജൂനിയറിനെ എന്താണ് ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചായിരിക്കും എന്നെ കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞത് ഒരു പക്ഷേ. അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കര സന്തോഷമായി. പിന്നെ ആ സെറ്റിൽ വെച്ച് ഞാൻ എന്തെങ്കിലും നന്നായിട്ട് പെർഫോം ചെയ്താലും ഒക്കെ എല്ലാവരും ക്ലാപ്പൊക്കെ അടിക്കുമായിരുന്നു. എനിക്കപ്പോൾ ഇങ്ങനെ ഒരു കുട്ടി എന്തെങ്കിലും നന്നായിട്ട് ഡാൻസ് ഒക്കെ കളിച്ചാൽ അവരെ ഇങ്ങനെ ക്ലാപ്പൊക്കെ അടിക്കുമ്പോൾ അവർക്ക് സന്തോഷമാവില്ല. എനിക്ക് ആ അഭിനന്ദനങ്ങളൊക്കെ കിട്ടിയപ്പം ഭയങ്കര സന്തോഷമായിരുന്നു. ആ ഒരു ഇമോഷണൽ സീൻ ഉണ്ടായിരുന്നു കടൈക്കുട്ടി സിംഗത്തിൽ ലാസ്റ്റ് കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു സീൻ. അത് ആ ഡയലോഗ് ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ അവിടെ നിന്ന് എല്ലാവരും ക്ലാപ്പ് ചെയ്തത്. കാർത്തി സാർ ഇങ്ങനെ എൻ്റെ തലയിൽ ഇങ്ങനെ തട്ടിയിട്ട് പാണ്ഡ്രാജ് സാർ ഇങ്ങനെ കരഞ്ഞിട്ട് ഇങ്ങനെ തോളിൽ ഇങ്ങനെ തട്ടിയിട്ട് ആ നല്ല നിലയിൽ എത്തും എന്നൊക്കെ ഇങ്ങനെ വന്ന് പറയുന്നുണ്ട് അവിടെ തന്നെ എല്ലാവരും. അപ്പം എനിക്കിത്
എനിക്കതെന്തോ ഒരു അവാർഡ് കിട്ടിയതിന് പോലെ ഒരു ഫീലായിരുന്നു. പക്ഷെ അവരൊക്കെ അന്ന് എന്നെ ഞാൻ ഏത് നിലയിൽ എത്തുമെന്ന് എക്സ്പെക്ട് ചെയ്തു, അവിടോട്ട് ഞാൻ ഇതുവരെ എത്തിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ഞാൻ അതിന് ഞാൻ അർഹയാണെന്ന് തോന്നുന്ന ഒരു മൊമെന്റിൽ എനിക്ക് അവരോട് പറയണം യെസ് ഐ ഗോട്ട് ഇറ്റ്. അങ്ങനെ ഇമോഷണൽ ജീവിയാണല്ലേ. ആരും ഇന്റർവ്യൂ വിളിക്കത്തില്ല എനിക്ക് ആ ഒരു എക്സൈറ്റ്മെന്റും അതിനോടുള്ള അത്രമാത്രമുള്ള ആഗ്രഹമാണ്. പിന്നെ ഭയങ്കരമായിട്ട്, കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ കൊച്ചിലെ തൊട്ട് എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് എന്തായിരിക്കും ചെയ്യാൻ പറ്റും? എന്നെ എവിടെ കൊണ്ടിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് എന്തിനോട് സിൻസിയർ ആയിട്ട് ചെയ്യാൻ പറ്റും? എനിക്ക് താങ്കൾ അതിനോട് സിൻസിയർ ആയിട്ട് തന്നെ ഇരിക്കുന്നത്. ഒരു മിനിറ്റ് ഗൈസ് പ്ലീസ്. ഞാൻ ഇത് എല്ലായിടത്തും പോയത് ഞാൻ വിചാരിക്കും ഞാൻ ഇങ്ങനെ ആവരുതെന്ന്, പക്ഷെ ഞാനൊരു വികാരം ചെയ്യും. ഞാൻ ചിരിക്കും കരയും ഒക്കെ ചെയ്യും. വേണ്ടോ ഞാനിപ്പോ സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും എല്ലാം അങ്ങ് ഉൾക്കൊണ്ട് എല്ലാം അങ്ങ് മാക്സിമം ഇത് ചെയ്യാൻ. കാരണം എനിക്ക് കിട്ടുന്ന സന്തോഷങ്ങൾ ഞാൻ എൻജോയ് ചെയ്യാറുണ്ട്. അത് എന്തെങ്കിലും കഷ്ടപ്പാട് ഹാർഡ് വർക്കിന്റെ നമ്മൾ എന്തെങ്കിലും നല്ലത് ചെയ്യുമ്പോഴായിരിക്കുമല്ലോ നമുക്ക് നല്ലത് കിട്ടുന്നത്. പക്ഷെ അതുപോലെ തന്നെ നമുക്ക് ഡൗൺഫോൾസും വരുമല്ലോ നമ്മുടെ ജീവിതത്തിൽ. അപ്പൊ ഞാൻ അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ കംപ്ലീറ്റ്ലി ഡൗൺ ആകും കേട്ടോ. ഞാൻ എൻ്റെ അമ്മയ്ക്കും അനിയത്തിക്കും എൻ്റെ ഫ്രണ്ട്സിനും ഒന്നും തലയ്ക്ക് സ്വൈര്യം കുടിക്കത്തില്ല. ഞാൻ ഭയങ്കര അല്ല എന്ന് വെച്ചാൽ ഒരു വിഷമം വന്നാൽ ഞാൻ അത്രയ്ക്കും ഇൻവോൾവ് ആയി ഭയങ്കര വിഷമിച്ചിരിക്കും. പക്ഷെ എൻ്റെ ഒരു പോളിസി എന്ന് വെച്ചാൽ സന്തോഷമാണെങ്കിലും വിഷമമാണെങ്കിലും നമ്മൾ മാക്സിമം വന്ന് അത് എക്സ്പീരിയൻസ് ചെയ്യുക, എന്നിട്ട് ഒരു പോയിന്റിൽ എത്തിക്കുക. ആ വിഷമം ഇനി എന്നെ വിഷമിപ്പിക്കത്തില്ല എന്നുള്ള ഒരു പോയിന്റ് എത്തുന്ന സമയത്ത് ഞാൻ അതിനെ പുറകിലിട്ടിട്ട് ഞാൻ മുന്നോട്ട് മൂവ് ചെയ്യാനാണ് ശ്രമിക്കാറുള്ളത്. അത് ഭയങ്കര ഗംഭീരമാണ്. എനിക്ക് തോന്നുന്നു ഇതില് നമുക്ക് അന്വേഷിപ്പിൻ കണ്ടെത്തുന്ന സിനിമയിലേക്ക് വരാം. ശ്രീദേവി കൊലക്കേസ് അന്വേഷിക്കുന്ന, അല്ലെങ്കിൽ ശ്രീദേവിയേക്കാൾ കൂടുതൽ ശ്രീദേവിയുടെ കാമുകൻ എവിടെയെന്ന് അന്വേഷിക്കുന്ന പോലീസ് പറഞ്ഞ കഥയാണ്. എനിക്ക് ആ സിനിമ കണ്ടപ്പോൾ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്, ഒരു ആക്ടറിനെ സംബന്ധിച്ച് ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് വരുന്നത് ഇമോഷൻസ് ഇമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഈ സിനിമയിൽ അത് ഡയലോഗ് ഉണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടെ എളുപ്പമാണ്. ഈ സിനിമയിൽ ഡയലോഗുകളൊന്നുമില്ല, സീൻസിൽ നമ്മൾ കാണിച്ചു പോവാണ് ശ്രീദേവി എന്താണ്, ശ്രീദേവി എങ്ങനെയാണ് ബിഹേവ് ചെയ്യുക, ശ്രീദേവി എങ്ങനെയാണ് ആ സമൂഹത്തിൽ എന്നുള്ളത് കാണിക്കുന്നത്. അത് ഭയങ്കര ചലഞ്ചിങ് ആണ് ഒരു ക്യാരക്ടറിനെ സംബന്ധിച്ച്. ഒരു ഡയലോഗും ഇല്ലാണ്ട് ഇമോട്ട് ചെയ്യുകയാണ് ഓരോ സീനിലും. അത് എത്രമാത്രം ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ നിങ്ങളെ എത്രമാത്രം ഇവോൾവ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ചലഞ്ച് ചെയ്തിട്ടുണ്ടാവും? എന്നിലെ ആക്ടറിന് അത് കുറച്ച് ചലഞ്ചിങ് ആയിരുന്നു. കാരണം അപ്പൊ നമ്മളുടെ ആക്ടറിനെ അവിടെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ഫാക്ടേഴ്സ് കൂടെ ആയിരിക്കുമല്ലോ. അതായത് ഡയലോഗ്സ് ഉണ്ടായിരിക്കും, പിന്നെ ആ സീനിന്റെ ആ ഒരു പ്രസൻസ് ആണുമായിരിക്കും, അങ്ങനെ ഒരുപാട് കാര്യമുണ്ടല്ലോ. പക്ഷെ നമുക്ക് ഡയലോഗ് ഇല്ലാതെ നമ്മൾ അവിടെ ഇമോട്ട് ചെയ്യുക എന്നുള്ളത് എന്താണ്, അത് വളരെ മൈന്യൂട്ടായിട്ട് വളരെ നമ്മൾ എന്താണ് അഭിനയത്തിന്റെ മീറ്റർ വളരെ താഴ്ത്തി പിടിച്ച് ഓവറാക്കാതെ, പക്ഷെ നമ്മൾ നല്ല സെറ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതെ, പക്ഷെ കണക്ട് ആവാൻ ചെയ്യണം, പക്ഷെ നമ്മൾ ഓവറാക്കുകയും ചെയ്യരുത്. പിന്നെ നമുക്ക് തന്നേക്കുന്ന ഒരു സ്പേസ് ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ ഇവിടെ ഞാൻ ശ്രീദേവി ആയിരുന്നു. അപ്പൊ ശ്രീദേവിക്ക് ആ കഥയിൽ ആ കഥാപാത്രത്തിന് ചെയ്യാനുള്ള കാര്യങ്ങളെ ഞാൻ അവിടെ ചെയ്യാവുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഒരുപാട് ചാലഞ്ചിങ് ഒന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. ഭയങ്കര ചാലഞ്ചിങ് അങ്ങനെയൊന്നും അല്ല കേട്ടോ. അയ്യോ, ഐ മീൻ സിമ്പിൾ ആയിരുന്നു. ഒരുപാട് ചാലഞ്ചിങ് ഒന്നും അല്ലായിരുന്നു. കാരണം നമ്മുടെ ടീം, നമ്മുടെ ക്രൂ നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. എവിടെയെങ്കിലും നമുക്കൊന്ന് തെറ്റിപ്പോയി കഴിഞ്ഞാൽ അവര് കറക്റ്റ് ചെയ്യാൻ കറക്റ്റ് ആയിട്ടുള്ള ആൾക്കാർ അവിടെ സെറ്റിൽ ഉണ്ടായിരുന്നു. അവർക്ക് ആ കഥാപാത്രത്തെ കുറിച്ച് നല്ല ധാരണ ഉണ്ടായിരുന്നു. അവര് പറഞ്ഞു തന്ന അവരിലൂടെയാണ് ഞാൻ ശ്രീദേവിയെ മനസ്സിലാക്കിയത്. അപ്പോ അവര് പറഞ്ഞു തന്നത് എന്നാൽ ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോക്കുവാണെങ്കിൽ ക്യാരക്ടർ വൈസ് നോക്കുവാണെങ്കിൽ കുറച്ചുകൂടി ഗ്രാമീണ, അല്ലെങ്കിൽ ഞാൻ ആദ്യം ഇൻട്രോടെ പറഞ്ഞ തന്നെ ടു നെക്സ്റ്റ് ഡോർ ഒക്കെ നമുക്ക് തോന്നിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ പഴയ രീതിയിൽ ഒരു നാടൻ കുട്ടി എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് അവിടെ മനസ്സിലേക്ക് ക്യാച്ച് ആവുന്ന ഒരു മുഖം കൂടിയാണ്. അത് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് ഒരു കണക്കിന് നല്ല ഇതും ചെയ്യും, മറ്റൊരു കണക്കിന് നമ്മൾ തന്നെ അത് പ്രൂവ് ചെയ്യണം നമ്മൾ അങ്ങനെയല്ല, അല്ലെങ്കിൽ നമുക്ക് വേറെ കുറച്ച് ഷെയ്ഡ്സും കൂടെ ചെയ്യാൻ പറ്റുന്നത്. എൻ്റെ ചോദ്യം, എങ്ങനെയാണ് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ അത്തരത്തിലേക്ക് റീച്ച് ചെയ്യാൻ പറ്റുക? അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു, കാരണം റോള് കിട്ടുന്നതനുസരിച്ച് നമുക്ക് ചെയ്യാനും പറ്റത്തുള്ളൂ. സോ ആ ഒരു പാട്ട് എങ്ങനെ ചെയ്യുന്നു ശരിക്കും ആളുകളിലേക്ക് എത്താനായിട്ട് ഇത്തരത്തിലുള്ള ഷെയ്ഡുകളും? അതിപ്പോ കിട്ടുന്ന ക്യാരക്ടർ കിട്ടുന്ന സിനിമയിൽ എൻ്റെ 100% കൊടുത്ത് വളരെ ആത്മാർത്ഥമായിട്ട് അഭിനയിക്കുക എന്നുള്ള കാര്യമാണ് ഞാൻ ശ്രമിക്കാറുള്ളത്. പിന്നെ പറയുകയാണെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഒരു ആവർത്തന വിരസത വരുമല്ലോ, അതായത് എപ്പോഴും നാടൻ കഥാപാത്രങ്ങൾ മാത്രം. എനിക്കതൊരു വിരസതയായിട്ട് തോന്നാറില്ല. പക്ഷെ ഇങ്ങനെ വരുമ്പോഴത്തേക്കും
അയ്യോ ഇത് മാത്രമല്ല, എനിക്ക് വേറെ ക്യാരക്ടേഴ്സും ചെയ്യണം, എനിക്ക് നല്ലൊരു ആക്ടറാന്ന് പ്രൂവ് ചെയ്യണം, എനിക്ക് എന്നെ കൊണ്ട് എല്ലാം പറ്റുമെന്ന് പ്രൂവ് ചെയ്യണം, അങ്ങനെ ഒരു ആഗ്രഹം എപ്പോഴും മനസ്സിലിങ്ങനെ ഉണ്ട്. പക്ഷേ ഒരു അഭിനേത്രി എന്നുള്ള നിലയ്ക്ക് എനിക്ക് വരുന്ന അവസരങ്ങൾ അഭിനയിക്കാനുള്ള ഒരു സാഹചര്യമേ എനിക്കിപ്പോൾ ഉള്ളൂ. എനിക്കായിട്ട് ഒന്നും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പൊ എനിക്കൊരു മോഡേൺ ക്യാരക്ടർ ആണെന്ന് തോന്നിയാൽ ഞാനിപ്പോൾ സെറ്റാക്കുമെന്ന് പറഞ്ഞാൽ ആരും എനിക്ക് തരത്തില്ല, അങ്ങനെ ഒരു ഫാക്ടർ ഉണ്ടല്ലോ. പക്ഷെ ഇപ്പൊ ഞാനൊരു സിനിമ ചെയ്യുന്നുണ്ട്, അതിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞു, അതിന് റിലീസ് ആവുന്നുണ്ട് തമിഴില് വാസ്കോ ഡ ഗാമ എന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് ഞാനൊരു മോഡേൺ ക്യാരക്ടറാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഇപ്പൊ മുതുകവിന്റെ ക്യാരക്ടർ നോക്കിയാലും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പം അവിടെ നടന്ന ഭാഗ്യം എന്താന്ന് ചോദിച്ചാൽ ആ 2 സംവിധായകരും എന്നെ വിശ്വസിച്ച് ഈ കുട്ടിയെ കൊണ്ട് ഈ റോളും ചെയ്യാൻ പറ്റും എന്ന് വിശ്വസിച്ച് അവർ തന്നു. അപ്പൊ അവരോടാണ് ഞാൻ അതിനു വേണ്ടിയിട്ട് നന്ദി പറയേണ്ടത്. പിന്നെ എനിക്കിപ്പം ഞാനെന്നുള്ള വ്യക്തിക്ക് ഇപ്പം നെഗറ്റീവ് ഷെയ്ഡ്സും ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എക്സ്പെരിമെന്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഒരു അഭിനേത്രി എന്നുള്ള നിലയിൽ. ഇപ്പൊ എന്നെയൊക്കെ അങ്ങനെ വിളിച്ചാൽ ഞാൻ ഇതിനെ ഞാൻ എൻ്റെ 100% കൊടുക്കും. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഒരു നെഗറ്റീവ് ഷെയ്ഡൊക്കെ പെർഫോം ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഹിസ്റ്റോറിക്കൽ ക്യാരക്ടർ, അല്ലെങ്കിൽ ഒരു നമ്മുടെ പുരാണത്തിൽ നിന്ന് ആരെങ്കിലും ഒക്കെ ആയിട്ട് അഭിനയിക്കുക. അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ദ്രൗപദിയാണോ പുരാണം ഉദ്ദേശിച്ചത്? മനസ്സിലായി പറയുന്നുണ്ടോ അത്? മൈ ഗോഡ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കഥാപാത്രമാണ് ദ്രൗപദി. എനിക്ക് ഭയങ്കര ഒരുപാട് ലെയേഴ്സ് ഉള്ള ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ആ ഒരു കാലഘട്ടത്തില് അവർ വിശ്വസിച്ചതിൽ നല്ല സ്ട്രോങ് ആയിട്ട് നിന്ന് സ്വന്തം ആത്മാഭിമാനത്തിന് വേണ്ടിയിട്ട് പോരാടിയ ഒരാളുടെ ഒരു ഇത് പല ലെയേഴ്സും ഉണ്ടല്ലോ ദ്രൗപദി എന്ന് പറയുന്ന കഥാപാത്രത്തിന്. അയ്യോ അത് ഞാൻ എപ്പോഴും അത് മാനിഫെസ്റ്റ് ചെയ്യുന്ന വേറൊരു കാര്യം കേട്ടോ. എനിക്കിങ്ങനെ ദ്രൗപദിയുടെ റോൾ വല്ലതും കിട്ടും ഞാൻ ആലോചിക്കും. അതായത് ഞാനിങ്ങനെ സീരിയൽ സിനിമ എല്ലാം കാണും കേട്ടോ. എനിക്കിങ്ങനെ ഇന്നലെ ഞാൻ കാണത്തുള്ളൂ അങ്ങനെയൊന്നുമില്ല. അപ്പൊ ഇതുപോലെ നമ്മുടെ സ്റ്റാർ പ്ലസിലാണെങ്കിൽ ദ്രൗപദി ആയിട്ട് അഭിനയിച്ച ഒരു പുള്ളിക്കാരിയുണ്ട്, പൂജ ശർമ്മ എന്ന് പറഞ്ഞിട്ട്. അവരുടെ ആ നടത്തം, അവരുടെ ആ നോട്ടം, അവരുടെ അഭിനയം, അവരുടെ ഡയലോഗ് ഡെലിവറി, അവര് ഇടയ്ക്കിടയ്ക്ക് ചെറിയ കാര്യങ്ങൾ അവരുടെ ഇടുന്നുണ്ടല്ലോ, ലൈക്ക് ഇങ്ങനെ നോക്കിയിട്ടുള്ള മോഡുലേഷൻസ്, ചെറിയ ചെറിയ എക്സ്പ്രഷൻ, ഞാൻ അതൊക്കെ ഒരുപാട് പ്രാവശ്യം കണ്ടുകൊണ്ടിങ്ങനെ നോക്കിയിട്ടുണ്ട്. ഞാൻ പേഴ്സണലായിട്ട് പുള്ളിക്കാരത്തേക്ക് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അഭിനയിച്ചേക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്കങ്ങനെ പല വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പൊ ഞാനതിന് ശ്രമിക്കാറുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് വരുന്ന ക്യാരക്ടർ നല്ലതാണെങ്കിൽ ചെയ്യുന്നത്. അപ്പൊ അതുപോലെ ഇപ്പൊ ഈ വന്ന മോഡേൺ ക്യാരക്ടർ നല്ലതായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ പക്ഷെ മോഡേൺ ആണോ നാടനാണോ അങ്ങനെ നോക്കി ഡിഫറൻഷിയേറ്റ് ചെയ്യാറില്ല. ക്യാരക്ടറിന് ആ കഥയിലുള്ള പ്രാധാന്യം, ആൾക്കാർക്ക് ആ ക്യാരക്ടറിനെ കുറിച്ച് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും, ഇതൊക്കെയാണ് ഞാൻ കുറച്ചും കൂടെ ഒന്ന് നോക്കുന്നത്. പിന്നെ വ്യത്യസ്തമായിട്ടുള്ള കിട്ടിയ സന്തോഷം, അത് സന്തോഷത്തോടെ ചെയ്യും. ഈ പടം നോക്കുകയാണെങ്കിൽ അന്വേഷണം കണ്ടത് നമുക്ക് സാധാരണ ഒരു ടോവിനോ പടത്തിന് അപ്പുറത്തേക്ക് ഇതിനെ മാർക്കറ്റ് ചെയ്തേക്കുന്ന രീതിയും എല്ലാം വ്യത്യസ്തമാണ്. കാരണം അത്തരം ഒരു ഓഡിയൻസിന്റെ ഇടയിലേക്ക് എത്തേണ്ട ഒരു ചിത്രമാണത്. ആസ് എ ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു അഭിനേത്രി എന്ന രീതിയിൽ നമ്മളിതിനെ ചൂസ് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഓഫ്കോഴ്സ് ആ കഥ ഒരു ഘടകം തന്നെയാണ്, കഥയിലെ ഇമ്പോർട്ടൻസ് പറഞ്ഞു. അതല്ലാണ്ട് വേറെ എന്തെങ്കിലും ഇതിലൊരു കാരണമുണ്ടോ? പിന്നെ ഉള്ളത് നമ്മൾ തിയേറ്ററിൽ റെസ്പോൺസിന് ചെല്ലുമ്പോഴത്തേക്കും പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ഒരു ഓഫ് ബീറ്റ് പോലെ ഒരു പടം ഉള്ളൊരു പടമാണ്, വളരെ എൻഗേജിങ് ആക്കുന്ന, വളരെ സർപ്രൈസിൽ പോകുന്ന ഒരു കഥയാണ്. അപ്പോൾ തിയേറ്ററിൽ നിന്നുള്ള റെസ്പോൺസ് എങ്ങനെയാണ് ശരിക്കും തിയേറ്ററിൽ പോയപ്പോൾ ഉള്ള ആളുകളുടെ? ഞങ്ങൾ തിയേറ്റർ വിസിറ്റ് ഒക്കെ നടത്തിയപ്പോഴത്തേക്കും പേഴ്സണലി കണ്ട എല്ലാവരും നല്ല അഭിപ്രായങ്ങളാണ് പറയുന്നത്. കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ക്രിറ്റിസിസംസ് പറയുന്ന ആൾക്കാരും ഉണ്ട്. അതായത് ഇപ്പം ഒരു പടം എടുക്കുമ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ലല്ലോ, 100 പേർക്കും ഇഷ്ടപ്പെടുന്നില്ലല്ലോ. 1-2 പേര് അവിടെ കഥയുടെ ആ ഭാഗം ബെറ്റർ ആവുന്നു, ഈ ഭാഗം ബെറ്റർ ആവുന്നു, അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരും ഉണ്ട്. മെജോറിറ്റിയും ഭയങ്കര ഭൂരിഭാഗവും പറയുന്നത് വളരെ മികച്ച ഒപ്പീനിയൻ ആണ് ഞങ്ങൾക്ക് തന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പിന്നെ എൻ്റെ അടുത്ത് ചോദിച്ചത് ഞാൻ സിനിമകൾ തിരഞ്ഞെടുക്കുന്ന കഥയുടെ ബേസിസിൽ മാത്രമാണോ? സത്യം പറഞ്ഞാലല്ല, പല ഘടകങ്ങളും ഞാൻ നോക്കാറുണ്ട് ഒരു സിനിമ കമ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്കും. തമിഴില് സിനിമകൾ ചൂസ് ചെയ്യുന്ന രീതിയിലല്ലായിരിക്കും ഞാൻ തെലുങ്കിൽ ചൂസ് ചെയ്യുന്നത്, തെലുങ്കിൽ ചൂസ് ചെയ്യുന്ന രീതിയിലല്ലായിരിക്കും ഞാൻ മലയാളത്തിൽ ചൂസ് ചെയ്യണേ. കാരണം 3 എനിക്കുള്ള റീച്ച് വേറെയാണ്. പിന്നെ ഞാനെന്നുള്ള ആളെ 3 കണ്ടിരിക്കുന്നത് വേറെ രീതിയിലാണ്. ഞാൻ കുറച്ച് സിനിമകളെ ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഇപ്പം മലയാളത്തിൽ ഞാൻ നോക്കുമ്പോഴത്തേക്കും എന്നിലെ ആക്ടറിന്, എന്നിലെ പേഴ്സണിന് ഇപ്പൊ വേണ്ടത് എന്താന്ന് ചോദിച്ചാൽ ഐ വോണ്ടഡ് എ വൈഡർ റീച്ച്. ടു ബി ഓണസ്റ്റ്, ആൾക്കാർക്ക് കുറച്ചും കൂടെ അർച്ചന എന്ന് പറയുന്ന ഒരു ആക്ട്രസ് ഉണ്ട് എന്ന് മനസ്സിലാക്കണമായിരുന്നു. അതിനൊരു പെർഫെക്റ്റ് ടീമായിരുന്നു അന്വേഷിപ്പൻ കണ്ടെത്തുമിന്റെ ടീം. അത് നമ്മൾ നോക്കുമ്പോൾ ടോവിനോ പോലത്തെ സ്റ്റാർ വാല്യൂ ഉള്ള ഒരു ഹീറോ,
പിന്നെ ഇപ്പം നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ ജിൻചേട്ടനാണെങ്കിലും ആരം ജോൺ പിന്നെ കടുവ എല്ലാം ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പം ജിൻചേട്ടന്റെ സ്ക്രിപ്റ്റ് ഞാൻ നോക്കിയപ്പോ സ്ക്രിപ്റ്റ് കൊള്ളാം, നല്ലതാണ് കഥ കേട്ടപ്പം. ടൊവിനോ സ്റ്റാർ വാല്യൂ ഉണ്ട്. പിന്നെ ഡാർവിൻ ചേട്ടനാണെങ്കിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള എന്ന് വെച്ചാൽ അസിസ്റ്റന്റ് ഡയറക്ടറൊക്കെ ആയിട്ട് നിന്നിട്ട് നല്ല വലിയ ഡയറക്ടേഴ്സിൻ്റെ കൂടെ ഒക്കെ നിന്നിട്ട് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ട് നല്ല ഐഡിയ ഉള്ള ഒരാൾ. പിന്നെ നമ്മുടെ പ്രൊഡക്ഷൻ തിയേറ്റർ ഓഫ് ഡ്രീംസ് എന്ന് പറഞ്ഞാൽ ഓക്കെ, നമ്മുടെ പടം നന്നായിട്ട് അവർ പ്രൊഡ്യൂസ് ചെയ്ത് അവർ അതിനെ മാർക്കറ്റ് ചെയ്ത് ആൾക്കാരിലോട്ട് എത്തിക്കുന്ന ഉറപ്പുള്ള ഒരു ടീം. പിന്നെ എൻ്റെ കഥാപാത്രം നോക്കിയപ്പോൾ ഇപ്പോൾ ഓരോ സിനിമയിലും ഓരോ കഥാപാത്രങ്ങൾക്കും ഒരു സ്പേസ് ആണുമല്ലോ. അപ്പൊ ആ സ്പേസിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ആ കഥാപാത്രത്തിന് എത്രയ്ക്കും പ്രാധാന്യം തരാൻ പറ്റുമോ അത്രയ്ക്കും പ്രാധാന്യം തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതെന്തുകൊണ്ടും ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് പിന്നെ എന്റെ മൈൻഡിൽ ഇങ്ങനെ വന്നു. അതായത് മലയാളത്തിൽ ഞാൻ കുറെ നാളായി ചെയ്തിട്ട്, അപ്പം എനിക്ക് ഇതുപോലെ നല്ല ടീമിൽ നിന്ന് ഓഫർ വന്നപ്പം ഐ തോട്ട് വൈ നോട്ട്, അങ്ങനെ വന്നു. എനിക്ക് തോന്നുന്നു സിനിമ മേഖല അല്ലെങ്കിൽ സിനിമയെ പറ്റി ആലോചിക്കുമ്പം ആർട്ടിസ്റ്റ് എന്ന നിലയിലേക്ക് നമ്മൾ എത്താൻ ആഗ്രഹിക്കുന്ന ആദ്യമേ അവരുടെ മുഖം പരിചയപ്പെടുത്തുക എന്ന രീതിയിലാണ് വീഡിയോ അല്ലെങ്കിൽ വീഡിയോ ജോക്കി ആ ഒരു സംഭവം. എനിക്കൊന്ന് സിനിമയിൽ കൃത്യമായിട്ട് എന്താ നടക്കുന്നതെന്ന് അറിഞ്ഞു തന്നെയാണ് സിനിമ വന്നിരിക്കുന്നത്. സോ എങ്ങനെ പ്രൊമോട്ട് ചെയ്യണം, നമ്മൾ എപ്പോൾ ഏത് സ്റ്റാൻഡ് എടുക്കണം എന്നുള്ളതിൽ കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടെന്ന് തന്നെ എനിക്ക് സംസാരിച്ചെന്ന് മനസ്സിലായി. ഞാൻ ഒരുപാട് ആലോചിക്കാറുണ്ട്. ആലോചനകളൊക്കെ ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ, അതായത് ഇപ്പം തമിഴില് ഞാൻ ഇനിയും കൂടെ കുറച്ചും കൂടെ പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള കഥാപാത്രങ്ങളായിരിക്കും നോക്കുന്നത്. കാരണം കടേക്കുട്ടി സിംഗം എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു പെർഫോമൻസ് സ്കോപ്പ് കിട്ടി. പക്ഷെ ഞാൻ അങ്ങനത്തെ ഒരു കഥാപാത്രമേ മലയാളത്തിൽ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ എനിക്കത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നില്ല. അപ്പൊ എനിക്കിപ്പോ എല്ലാ ഭാഷകളിലും അഭിനയിക്കണം. അപ്പം ഓരോ സ്ഥലത്ത് എങ്ങനെയാണോ അത് മനസ്സിലാക്കി ഞാനെന്ന് പറയുന്ന പേഴ്സൺ എൻ്റെ കരിയറിൽ എവിടെ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കി തീരുമാനങ്ങൾ എടുക്കാൻ ഞാൻ നോക്കാറുണ്ട്. അത്രേ ഉള്ളൂ. പെർഫെക്റ്റ്. അടിപൊളിയാണ്. ഞാൻ അപ്പോൾ തീർക്കുന്നതിന് മുമ്പ് കഴിഞ്ഞാൽ ഈ നമുക്ക് പല ഡൗൺഫോളുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളൊക്കെ പിടിച്ചു നിർത്തുന്ന ഒരു ഘടകമുണ്ട്. ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യങ്ങളാണല്ലോ. എങ്ങനെയാണെങ്കിൽ ആ ഒരു ഹാപ്പിനെസ് സ്കിൽ എന്താണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും അർത്ഥനയുടെ ഹാപ്പിനെസ് സ്കിൽ? ഞാൻ ഇന്ന് വരെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് ആയിട്ട് കാണുന്നത് എൻ്റെ ലൈഫിൽ ജെന്യുവൻ ആയിട്ട് നിൽക്കുന്ന കുറച്ച് ആൾക്കാരെയാണ്. അതിപ്പോൾ എൻ്റെ ഫാമിലി ആണെങ്കിലും എൻ്റെ കൂട്ടുകാരൊക്കെ ആണെങ്കിലും. അപ്പം എൻ്റെ കൂട്ടുകാരും വളരെ ആത്മാർത്ഥമായിട്ട് കുറേ വർഷമായിട്ടുള്ളവരെ ഞാൻ എൻ്റെ കുടുംബമായിട്ട് തന്നെയാണ് അവരെയും കൺസിഡർ ചെയ്യുന്നത്. അപ്പം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് ആയിട്ട് ഞാൻ കാണുന്നത് എൻ്റെ ലൈഫിലുള്ള ആൾക്കാരാണ്. അതായത് ഇതൊക്കെ വളരെ മെറ്റീരിയലിസ്റ്റിക് ആണ്. ഇതൊന്നും ഞാൻ എൻജോയ് ചെയ്യുന്നില്ല എന്നല്ല. എനിക്കിപ്പോൾ നല്ലൊരു സിനിമ കിട്ടുവാണെങ്കിൽ ഞാൻ എൻജോയ് ചെയ്യും. അതിൽ നിന്ന് കുറച്ച് ഫെയിം കിട്ടുവാണെങ്കിൽ ഞാൻ അതും എൻജോയ് ചെയ്യും. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം നമ്മുടെ പടം റിലീസായി, പടത്തിന് കുറച്ച് നല്ല അഭിപ്രായമുള്ളതുകൊണ്ട് എന്നെ നിങ്ങൾ ഈ ഇന്റർവ്യൂവിനൊക്കെ വിളിക്കണം. നാളെ ഇത് തന്നെയായിരിക്കും അവസ്ഥ എന്ന് എനിക്കറിയില്ല. അതായത് നമ്മുടെ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ജയങ്ങളും തോൽവികളും വളരെ ഇറ്റ്സ് ഔട്ട് ദെയർ ഇൻ ദ പബ്ലിക്. നമുക്കൊന്നും ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റത്തില്ല. ഇറ്റ്സ് ഔട്ട് ദെയർ ഇൻ ദ പബ്ലിക്. പിന്നെ എല്ലാ സമയത്തും എനിക്ക് കയറി ഇറങ്ങി കയറ്റം ഇറക്കം അങ്ങനെയുള്ള ഒരു ഇൻഡസ്ട്രിയാണ്. പിന്നെ ഞാനെന്ന് പറയുന്നത് വളരെ ഇമോഷണൽ ആയിട്ടുള്ളൊരു പേഴ്സണാണ്. അപ്പം എന്നെ താങ്ങി നിർത്തുന്നത് എൻ്റെ ജീവിതത്തിലുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പം ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സമയവും എൻ്റെ പ്രസൻസ് ഞാൻ അവർക്കായിട്ടുണ്ടാകും. അവരെങ്ങനെ എൻ്റെ ജീവിതത്തിലുണ്ടോ അതുപോലെ ഞാൻ അവരുടെ ജീവിതത്തിലും കാണുന്ന ഞാൻ ഉറപ്പുവരുത്തും. എനിക്ക് പേഴ്സണലി എൻ്റെ പ്രസൻസ് കൊടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ ഞാൻ ഒരാളായിട്ട് അവരുടെ കൂടെ ഉണ്ട്. എനിക്ക് ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ എൻ്റെ അമ്മയുടെയും അനിയത്തിയുടെയും കൂടെ മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യണം എന്നാണ് എൻ്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സമയം ഞാൻ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പം ഞാൻ എപ്പോഴും കിട്ടുന്ന സമയമൊക്കെ ഞാൻ അവരുമായിട്ട് വഴക്കുണ്ടാക്കിയാൽ എപ്പോഴും സന്തോഷമായിട്ടൊന്നും അല്ല കേട്ടോ ഇരിക്കണം. ഞാൻ വളരെ വഴക്കാളിയാണ്. അമ്മയൊക്കെ എപ്പോഴും പറയും എന്ത് വഴക്കാളിയാണ്, ഭയങ്കര വഴക്കുണ്ടാക്കുമെന്ന് പറയും. പക്ഷെ ഞാൻ കിട്ടുന്ന സമയത്ത് ഞാൻ അവരുടെ ചുറ്റിപ്പറ്റിയാണ് എൻ്റെ വേൾഡ് എന്ന് പറയാം. അതെ. എന്നിട്ട് ഞാൻ എൻ്റെ ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സിനോടും ഞാൻ അങ്ങനെ തന്നെയാണ്. എന്താണല്ലോ ഇനിയിപ്പം വരാൻ പോകുന്ന പ്രൊജക്ടുകൾ എന്താണ്? വരാൻ പോകുന്നത് ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ തമിഴില് നക്കുലിന്റെ ഹീറോയിൻ ആയിട്ട് ഞാൻ ചെയ്യുന്ന മൂവിയാണ്. അത് ഇതിന് മുന്നേ ഷൂട്ടിംഗ് കഴിഞ്ഞ മൂവിയായിരുന്നു. പക്ഷെ ഇനിയാണ് റിലീസ് ആവാൻ പോകുന്നത്. അപ്പൊ അത് തമിഴില് എൻ്റെ അടുത്ത റിലീസ് അതാണ്. പിന്നെ തെലുങ്കില് ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു സ്കെഡ്യൂളും കൂടെ അതിന് ബാലൻസ് ഉണ്ട്. അപ്പൊ അതിനകത്ത് നായകൻ നമ്മുടെ തമിഴിൽ അഭിനയിക്കുന്ന തമിഴിലൊക്കെ നടനായിട്ടുള്ള വെട്രിയാണ്. വെട്രിയുടെ തെലുഗു ഡെബ്യൂ ആണ് ഇത്. അപ്പോൾ അങ്ങനെ ഇത് ഈ ക്യാരക്ടറിൽ നിന്നും വ്യത്യസ്തമാണ് ഇനി വരാനിരിക്കുന്ന രണ്ടും. ഭാഷകൾ വേറെ ആദ്യമേ ഉള്ളൂ. അങ്ങനെ. അപ്പം ജീവിതത്തിൽ ഒത്തിരി ഉയർച്ചകൾ ഉണ്ടാകട്ടെ.
നല്ല രീതിയിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ ആഗ്രഹം നല്ലൊരു ആർട്ടിസ്റ്റായി മാറുക എന്നുള്ളത് തന്നെയാണ്. നല്ലൊരു വ്യക്തിയാവുക, ഓഫ് കോഴ്സ് നല്ലൊരു ആക്ട്രസ് ആവുക, അതിലുപരി നല്ലൊരു വ്യക്തിയാകുക. അതായത് എന്നോട് നല്ലത് ചെയ്യുന്നവരോട് നല്ലത് ചെയ്യുക. എനിക്കങ്ങനെയാണ്. നമ്മളോട് ആരെങ്കിലും നമ്മളൊന്നും ചെയ്യാതെ ചെയ്താൽ നമ്മള് അതിന്റെ ഇരട്ടിയുണ്ട്. അങ്ങനെ അങ്ങനെ തന്നെയാണ്. പിന്നെ സമാധാനം ഉണ്ടാവുക ജീവിതത്തിൽ, നമുക്ക് സമാധാനത്തോടെ കഴിക്കുക, ഉറങ്ങാൻ പറ്റുക, ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പൊ ഇതൊക്കെ എൻജോയ് ചെയ്ത് മുന്നോട്ട് നല്ലൊരു ആർട്ടിസ്റ്റായിട്ട് എനിക്ക് ഇനിയും കാണാൻ പറ്റട്ടെ. ഇത്തരം ഇന്റർവ്യൂകൾ കാണുമ്പോൾ ഞാനും സന്തോഷിക്കും. കാരണം ഞാനൊരു പ്രാവശ്യം എടുത്ത ആളാണ്. പല ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു. നിങ്ങൾ അവിടെ നിന്ന് ചോദിക്കുന്നത് നല്ല ചോദ്യങ്ങൾ ആയതുകൊണ്ടാണ് നമുക്ക് അതിന് പറ്റിയ പോലത്തെ ഉത്തരങ്ങൾ പറയാൻ പറ്റണേ. ഒരുപാട് സന്തോഷമുണ്ട് കാണാൻ പറ്റിയതിനും. എനിക്കും ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. ഒത്തിരി പേരെങ്കിലും കാണാൻ പറ്റും. താങ്ക് യു.